ഒരു പ്രായപരിധി കഴിയുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു വേദനയാണ് കാൽമുട്ട് വേദന. സ്റ്റെപ്പ് കയറുമ്പോഴും നടക്കുമ്പോഴും എല്ലാം നമുക്ക് ഈ വേദന കാരണം വളരെ ബുദ്ധിമുട്ടുന്നവരെ നമ്മൾ ദിനം പ്രതി കാണുകയാണ്. മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ പേടിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എങ്കിൽ വളരെ എളുപ്പത്തിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് സാധാരണ പോലെ കിടക്കുന്ന ഒരു രീതിയിലുള്ള ശസ്ത്രക്രിയയാണ് TKR, അതായത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ. വളരെ എളുപ്പത്തിൽ നൂതന മാർഗങ്ങളിലൂടെ ശസ്ത്രക്രിയ എന്താണെന്ന് നമുക്ക് വിവരിക്കുകയാണ് ഡോക്ടർ. ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ഫലപ്രദമായ ചികിത്സയിലൂടെ കുറഞ്ഞ ആശുപത്രി വാസം കൊണ്ട് എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് കടക്കുന്ന രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളാണ് ഇന്ന് നമുക്കുള്ളത്. ചേലക്കരയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാർക്ക് അത്താണിയായുള്ള ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടുത്തെ ഓർത്തോപീഡിക് വിഭാഗത്തിലെ പ്രശസ്ത ഡോക്ടർ ഹേമന്താണ് നമുക്കൊപ്പം ചേരുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാം. സർ, നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഹേമന്ത് കുമാർ. ഞാൻ കൺസൾട്ടൻറ്റ് ഓർത്തോപീഡീഷ്യൻ ജീവോദയം മിഷൻ ഹോസ്പിറ്റലിൽ. ഞാൻ എൻ്റെ MBBS TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ വെച്ചാണ് ചെയ്തത്. പിന്നെ PG എൻ്റെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരായിരുന്നു. അതിനുശേഷം ഞാൻ DNB ഓർത്തോപെഡിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ UK-ന്ന് MRCS പറയുന്ന ഡിഗ്രിയും എനിക്കുണ്ട്. ഹലോ. ഓർത്തോപീഡിക് വിഭാഗത്തിലാണ്, സർജനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമാണ് മുട്ടുവേദന. അതൊരു ഏജ് കഴിഞ്ഞതിന് ശേഷം കോണി കയറുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമാണ് മുട്ടുവേദന. ആളുകൾക്ക് ഉള്ളിൽ ഒരു പേടിയുണ്ട്. മുട്ട് മാറ്റി വെക്കുന്ന ഒരു ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ, ഒരു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ ഉള്ളിൽ ഒരു പേടിയാണ്. അപ്പോൾ ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ഇത് ഫലപ്രദമായി മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സർ, അതിനെക്കുറിച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് പറയുന്നത്, നമ്മളുടെ മുട്ടിനകത്ത് കേടായ കാർട്ടിലേജിനെ നമ്മൾ എടുത്ത് മാറ്റി അതിൻ്റെ സ്ഥലത്ത് ഒരു മെറ്റൽ വിത്ത് ഒരു സ്പെഷ്യൽ പ്ലാസ്റ്റിക്, പോളിയെത്തിലിൻ പറയുന്നത്, അതായിട്ട് നമ്മളൊരു പുതിയ ജോയിൻ്റ് ഉണ്ടാക്കുന്ന ശസ്ത്രക്രിയനെ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് പിന്നെ അതേപോലെ കൊണ്ടുപോകാം, നടക്കാം, സ്റ്റെപ്പ് കയറാം. ഇപ്പോൾ സാധാരണ ഈ മുട്ടുവേദന എല്ലാവർക്കും ഒരു ഏജ് കഴിഞ്ഞാൽ വരുന്ന ഒരു മുട്ടുവേദന ഉണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് വരുന്ന രോഗികൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യണ ഒരു ഇതാണോ, അതായത് ഏത് സ്റ്റേജിലാണ് ഈ ഒരു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ? മുട്ടുവേദന പറയുന്ന എല്ലാ മുട്ടുവേദനയ്ക്ക് TKR നമ്മൾ പറയാറില്ല. മുട്ടുവേദന കാരണം ആൾക്കാർക്ക് തീരെ നടക്കാൻ വയ്യ, നല്ല ബുദ്ധിമുട്ട്, വീട്ടിൽ പുറത്ത് നടക്കാൻ, സ്റ്റെപ്പ് കയറാൻ, സ്റ്റെപ്പ് ഇറങ്ങാൻ, ബാത്റൂം യൂസ് ചെയ്യാൻ, അങ്ങനത്തെ അവസ്ഥയിലെത്തിയ ആൾക്കാർക്ക് നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ മുട്ടുവേദനയ്ക്കും നീ റീപ്ലേസ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. തേയ്മാനം സ്റ്റേജ് 3, സ്റ്റേജ് 4 ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ മുട്ടുവേദനയ്ക്ക് TKR പറയാം. ഈ TKR ചെയ്യുന്ന സമയത്ത് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും? അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര ടൈമിലാണ് അവർ ഒരു സാധാരണ രീതിയിലേക്ക് എത്തുക? ജനറലി സർജറീൻ്റെ സെയിം ഡേ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നമുക്ക് പേഷ്യൻ്റ് നടക്കാൻ തുടങ്ങും. ഒരു സ്റ്റാൻഡ് പിടിച്ച് പേഷ്യൻറ്റിനെ നടത്തി വയ്ക്കും. അത് കഴിഞ്ഞ് അവർ വീട്ടിൽ ചെന്നിട്ട് ഫിസിയോതെറാപ്പി, എക്സസൈസ് ചെയ്ത് ഒരു 4 ആഴ്ച അല്ലെങ്കിൽ ഒരു 6 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് പോകാം. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവും. ഈ ഓപ്പറേഷൻ എത്ര ടൈമിലാണ് ഇത്? ഒരു പീരീഡ്, ആ ഒരു മണിക്കൂർ അങ്ങനെ പറയുന്ന? അല്ല, സാധാരണ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ സർജറി കഴിയാറുണ്ട്. കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വന്നാലേ അത് ഇത്ര ലേറ്റ് ആകാറുള്ളൂ. ഇത് നമുക്ക്, അതായത് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു, പിന്നെ നമുക്കിപ്പോൾ ഏതൊരു ജോയിൻ്റ് അങ്ങനെയുള്ള ഓപ്പറേഷനുകൾ കഴിയുമ്പോൾ ഒരു ഫിസിയോതെറാപ്പിയുടെ ഒരു ഏരിയ ഉണ്ട്. അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. അത് അവർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് കറക്റ്റ് ഒരു ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതെങ്ങനെയായിരിക്കും ഈ ഒരു TKR കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിന്? നമ്മൾ TKR പറയുമ്പോൾ ഒരു 60% മാത്രമേ ഉള്ളൂ. ബാക്കി 40% പേഷ്യൻ്റ് തന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് നന്നായിട്ട് എക്സസൈസ് ചെയ്താലേ ആ മുട്ട് നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ എക്സസൈസ് ഇസ് വെരി മസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാല് വളഞ്ഞു വരുന്ന ഒരു ടൈപ്പ്, അതായത് മുട്ടുവേദനയുള്ള പേഷ്യൻസ് കുറേ നാൾ നടക്കുന്ന സമയത്ത് കാലുകൾക്ക് വളച്ചിൽ വന്നിട്ട് അവർക്ക് നടക്കാൻ പറ്റാതെ വരുന്ന ഒരു ഇതുണ്ട്. അത് ഇതായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ മുട്ടുവേദനയായിട്ട് ബന്ധപ്പെട്ടത്? അതെ, നമ്മൾ ഈ തേയ്മാനത്തിൻ്റെ സ്റ്റേജ് 4 ആകുമ്പോൾ ആ കാർട്ടിലേജ് ഞാൻ പറഞ്ഞ പോലെ എല്ലിൻ്റെ ഉള്ളിലത്തെ കാർട്ടിലേജ് മജ്ജ മൊത്തത്തിൽ തേഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കാലിൻ്റെ ഡയറക്ഷൻ എല്ലാത്തിനും ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്. അതിന് നമ്മൾ ടേക്ക് കെയർ തന്നെ വേണ്ടി. ടേക്ക് കെയർ ആണ്. ഇപ്പം നമ്മൾ മാറ്റിവെക്കിയ ശസ്ത്രക്രിയ പറയുന്നത് കുറച്ച് പേടിയുള്ള, അതേപോലെ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് മുഖേനയോ അങ്ങനെയൊക്കെയുള്ള ടൈമിൽ നമുക്ക് ഈ മാറ്റിവെക്കിയ ശസ്ത്രക്രിയ വേണ്ടി വരാറുണ്ട്. ഈ ടേക്ക് കെയർ തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് കുറച്ചും കൂടിയും എളുപ്പമാണോ അതോ ഇതേ മോഡൽ തന്നെയാണോ, എങ്ങനെയാണ്? അല്ല, നമ്മൾ സാധാരണ ഒരു ഏജ് 50+ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന ടേക്ക് കെയർ, എസ്പെഷ്യലി ഈവൻ ആഫ്റ്റർ ആക്സിഡൻറ്റ് ആയാലും അതർവൈസ് നമ്മൾ ഫ്രാക്ചർ എല്ല് ഇങ്ങനെയായാലും സ്ക്രൂ ഇട്ടിട്ടോ അല്ലെങ്കിൽ റോഡ് ഇട്ടിട്ടോ പ്ലേറ്റ് ഇട്ടിട്ട് അത് നേരെ ആക്കാനേ നോക്കത്തുള്ളൂ. അല്ലാതെ ടേക്ക് കെയർ അതിന് മുമ്പേ സജസ്റ്റ് ചെയ്യാൻ ആവശ്യം വരാറില്ല. ഇതിൻ്റെ ഒരു ഏജ് പ്രായപരിധി എങ്ങനെയാണ്? അതായത് ഒരു 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കും അത് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് റേറ്റ് എങ്ങനെയായിരിക്കും? തേയ്മാനം പറയുന്ന ഒരു ഏജ് ഡിപ്പെൻഡൻറ്റ് ഫാക്ടർ അല്ല. ചില ആൾക്കാർക്ക് ഒരു 50 വയസ്സ്, ചില ആൾക്കാർക്ക് ഒരു 60, ചില ആൾക്കാർ 80 വയസ്സായാലും അവർക്കൊരു വേദന ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ലൈഫിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്, നടക്കാൻ പറ്റാത്ത അവസ്ഥ, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട്, ബാത്റൂം പോകാനൊരു ബുദ്ധിമുട്ട്, ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഒരു വേദന കാരണം എണീക്കുക, അങ്ങനെ ഒരാൾക്ക് എന്തായാലും ടേക്ക് കെയർ തന്നെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഈ ടേക്ക് കെയർ കഴിഞ്ഞ ഒരു പേഷ്യൻസിന് എത്ര കാലം ഈ ഒരു ഓപ്പറേഷനോട് ഇപ്പം മാറ്റി വെക്കുന്ന രീതിയിൽ നടക്കാൻ പറ്റും? അതിനൊരു കാലാവധി ഉണ്ടോ? നമ്മൾ ഇപ്പോഴത്തെ പുതിയ മോഡേൺ ഇംപ്ലാന്റ്സ് പറയുമ്പോൾ അതിൻ്റെ ലൈഫ് പറയുന്നത് 10 to 20 ഇയേഴ്സാണ്. അതിൻ്റെ കൂടെ കറക്റ്റായിട്ട് ഫിസിയോതെറാപ്പി ചെയ്ത് പോയാൽ ഒരു ഇഷ്യൂ ഇല്ലാതെ 20 ഇയേഴ്സ് നമുക്ക് പറയാം. 15 to 20 ഇയേഴ്സ് എന്തായാലും പറയാൻ പറ്റും. ഇൻ കേസ് 20 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഓപ്പറേഷൻ തന്നെയാണോ ഡോക്ടർ സജസ്റ്റ് ചെയ്യുക? വീണ്ടും ആഫ്റ്റർ 20 ഇയേഴ്സ് ഇപ്പം എന്തെങ്കിലും വേദന 20 വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട്, കാല് മുട്ട് തെന്നി പോകുന്നു, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റീസജസ്റ്റ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഹിപ്പിലൊക്കെ ഇപ്പോൾ വീണിട്ടുള്ള പരിക്കുകൾ എല്ലാവർക്കും വരുന്ന ഒരു പ്രായം കഴിയാലും പ്രായത്തിന് മുന്നേയും ചിലപ്പോൾ വീണിട്ട് ഹിപ്പ് ജോയിൻറ്റ് വിടുക അല്ലെങ്കിൽ എല്ലുകൾ തന്നെ. അപ്പോൾ കുറച്ചൊരു പ്രായം ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് എല്ല് സാധാരണ രീതിയിൽ കൂടാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് ഇതുപോലെ ന്യൂ ആയിട്ടുള്ള ഒരു ചികിത്സാ മാർഗങ്ങളാണ്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ പറ്റും? 60 വയസ്സ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഹിപ്പ് ജോയിൻറ്റിലേക്ക് രക്തോട്ടം നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. എസ്പെഷ്യലി എല്ല് പൊട്ടി കഴിഞ്ഞാൽ ആ രക്തോട്ടം ഫുള്ളി നിന്നു പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു സ്ക്രൂ ഇട്ടിട്ടോ അല്ലെങ്കിൽ കമ്പി ഇട്ടിട്ട് ആ എല്ല് ഫിക്സ് ചെയ്യാൻ നോക്കിയാൽ അത് നടക്കത്തില്ല. അതിന് റിപ്ലേസ്മെൻറ്റ് തന്നെ വേണ്ടി വരും. റിപ്ലേസ്മെൻറ്റ് പറയുമ്പോൾ അത് കുറേ രീതിയിൽ ചെയ്യാം. മോണോപോളാറുണ്ട്, ബൈപോളാറുണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ഹിപ്പ് പറയുന്നത് ഇങ്ങനത്തെ 3 രീതിയിൽ ചെയ്യാം. കൂടുതൽ രോഗികൾ പേടിച്ച് വരാതിരിക്കുന്നത് ഇതിൻ്റെ വേദന, പിന്നെ ആഫ്റ്റർ എഫക്റ്റുകൾ, അതായത് എത്ര കാലം വേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയമുണ്ട് ആൾക്കാർക്ക്. ഇപ്പോഴും പഴയ ചികിത്സാ രീതികളാണ് മനസ്സിലുള്ളത്, കൂടുതൽ ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ വേദന എങ്ങനെയായിരിക്കും ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലുണ്ടാവും? ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ആദ്യത്തെ ചില ആഴ്ച 1-2 ആഴ്ച ഒരു വേദന ഉണ്ടാകും. വേദന ഇല്ലയെന്ന് ആരും പറയത്തില്ല. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ പെയിൻ മാനേജ്മെൻറ്റ് അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. നമുക്ക് കുറേ മരുന്നുകളുണ്ട്, കുറേ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതെടുത്താൽ ഒരു വേദനയില്ലാതെ അവർക്ക് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് പോകാം. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകും. സാധാരണക്കാരായ ആളുകൾക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരികയാണെങ്കിൽ ഇതിൻ്റെ ചികിത്സാ ചെലവുകൾ എങ്ങനെയായിരിക്കും? പേഷ്യൻ്റ് അങ്ങനെയാണോ അതോ? അല്ല, റിപ്ലേസ്മെൻറ്റ് പറയുമ്പോൾ റിപ്ലേസ്മെൻറ്റ് ഇംപ്ലാന്റ്സിന് തന്നെ സിൻസ് മോസ്റ്റ് ഓഫ് ദ ഇംപ്ലാന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടഡ് ഇംപ്ലാന്റ്സ് UK, ഇന്ത്യ അല്ലെങ്കിൽ UK അല്ലെങ്കിൽ USA എന്ന് വരുന്ന FDA അപ്രൂവ്ഡ് ഇംപ്ലാന്റ്സാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ കമ്പനീസ് ഉണ്ടെങ്കിലും എന്നാലും അതിൻ്റെ കോസ്റ്റ് ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഒരു മിനിമം ഒരു കോസ്റ്റ് പറയാൻ അങ്ങനെ ഈ ഇംപ്ലാന്റ്സിന് അനുസരിച്ചിട്ടായിരിക്കും കോസ്റ്റ്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് അങ്ങനെയാണ് വരുന്നത്. നമ്മൾ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻറ്റിനോട് ഞാൻ പറയുന്നത്, നമ്മൾക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നമുക്ക് മാരുതി 800 വണ്ടിയുമുണ്ട്, മെർസിഡീസ് ബെൻസ് പോലത്തെ വണ്ടിയുമുണ്ട്.
അത് നമ്മൾക്ക് എന്താ കപ്പാസിറ്റി അത് നോക്കി നമുക്ക് വണ്ടി. ഇപ്പം നമ്മൾ ലോക്കലാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഏറ്റവും താഴത്തെ ഒരു ലെവലിലുള്ള ഇംപ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇയറിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ടോ? അതായത് 20 years or 50 years എന്ന് പറഞ്ഞോളൂ സർ. അല്ല, ബേസിക്കലി ഈ 10 years 20 years പറയുന്നത് അത് ഇംപ്ലാന്റ് ബേസിസിൽ മാത്രമല്ല നമ്മൾ പറയുന്നത്. ആ പേഷ്യൻ്റ് എത്ര ഫിസിയോതെറാപ്പി ചെയ്ത് മുട്ട് എത്ര ഫങ്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അവർക്ക് എത്ര വേദന ഇല്ലായ്മ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് വരുന്നത്. ഇന്ത്യൻ ഇംപ്ലാന്റ്സ് ആണെങ്കിൽ ഒരു 15 years ഒക്കെ പറയാറുണ്ട്. നമ്മളിപ്പോൾ ഈ ഇംപ്ലാന്റ്സിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞത് യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ എല്ലുകളുടെ ബലം അനുസരിച്ച് എനിക്കൊരു കേസ് അറിയുന്നതാണ്, എല്ലുകളുടെ ബലം അനുസരിച്ച് നമുക്കത് ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെ. അപ്പോൾ നല്ല ബലമുള്ള ഒരു എല്ലാണെങ്കിൽ അത് അടിച്ച് കയറ്റുമ്പോൾ അത് വിട്ടുപോകുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇംപ്ലാന്റിൻ്റെ റേറ്റ് കുറയണത് കൊണ്ട് അങ്ങനെ ഉണ്ടോ? അങ്ങനെ വരാറില്ല. നമ്മളിപ്പോൾ എല്ലിന് ബലക്കുറവുണ്ടെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ റോഡ് സംഭവമുണ്ട്, വേറെ ഇംപ്ലാന്റ്സ് ഉണ്ട്, അത് യൂസ് ചെയ്താൽ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് ഫാക്ടർ കൂടും. ഇപ്പോൾ TKR കഴിഞ്ഞ ഒരു പേഷ്യൻസിന് എത്ര ദിവസമാണ് ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം തങ്ങേണ്ടി വരിക? ജനറലി ഞാൻ പറഞ്ഞ പോലെ പേഷ്യൻ്റെ സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ പേഷ്യൻ്റെ വോക്കറിൻ്റെ സപ്പോർട്ടിൽ നടക്കാൻ പഠിപ്പിക്കും. ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് ട്രെയിൻ ചെയ്യും. അങ്ങനെ വേറെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ലെങ്കിൽ 3ാമത്തെ ദിവസം അല്ലെങ്കിൽ day 4 4ാമത്തെ ദിവസം നമ്മൾ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടാറുണ്ട്. ഈ വോക്കറിന്ന് കഴിഞ്ഞിട്ട് സാധാരണ നടത്തത്തിലേക്ക് എത്താനുള്ള ഒരു ടൈം പീരീഡ് എത്രയായിരിക്കും? അത് ബേസിക്കലി പേഷ്യൻ്റ് ഡിപ്പെൻഡൻ്റാണ്. ജനറലി ഒരു 4 to 6 weeks 4 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ചൻ്റെ ഉള്ളിൽ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് അവർക്ക് പോവാം. നടക്കാം, സ്വിമ്മിങ് ചെയ്യാം, സ്റ്റെപ്പ് കയറാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഈ മുട്ടുവേദന എന്ന് പറയണതേ ചിലർ പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്, ഈ ബോഡി വെയ്റ്റിനനുസരിച്ച് താങ്ങാൻ പറ്റാത്ത രീതിയിലും മുട്ടുവേദന വരാം, അല്ലെ തേയ്മാനത്തിന് പുറമെ. അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ? അതെ, നമ്മളുടെ ബോഡി വെയിറ്റ് കൂടുമ്പോൾ നമ്മളുടെ മുട്ടിലേക്ക് വരുന്ന സ്ട്രെസ്സ് അതിലേക്ക് അതിൻ്റെ ഫോഴ്സസ് കൂടും. അങ്ങനെ വരുമ്പോൾ ഒന്ന് തേയ്മാനം നേരത്തെ വരും. 50 അല്ലെങ്കിൽ 60 വയസ്സിൽ കാണുന്ന തേയ്മാനം ചിലപ്പോൾ 45 വയസ്സിലുണ്ടാവും. പിന്നെ അതേപോലെ മസിൽ സ്ട്രെയിൻ ഉണ്ടാവും, ലിഗ്മെൻറ്റ് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മുട്ടുവേദന കൂടുന്നത്. അപ്പോൾ ഏജ് മാത്രമല്ല, വെയിറ്റ് ഇസ് ഓൾസോ ഫാക്ടർ. അതുപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് കൂടുതലായിട്ട് നമുക്ക് സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുന്നവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയുക ഭാരപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ട ആളുകൾക്കും വരാൻ സാധ്യത കൂടുതലാണ്. അതെ, നമ്മൾ ഒരാൾ ഡെയിലി രാവിലെ നടക്കുന്നു അല്ലെങ്കിൽ ഓടുന്നു, അത് ഒരു എക്സസൈസ് ആയിട്ട് മാത്രം കൂട്ടാൻ പറ്റത്തില്ല. നീ സ്പെസിഫിക് എക്സസൈസ് ചെയ്താലേ നീൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്ന് വെയിറ്റ് എക്സസൈസ് ഒക്കെ ചെയ്താലേ അത് വ്യത്യാസമുണ്ട്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല ഓപ്പറേഷനുകളൊക്കെ വരുമ്പോൾ രോഗികൾ കൂടുതലായിട്ട് ഈ വലിയ വലിയ ആശുപത്രികൾ, അതായത് തൃശ്ശൂരോ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സിറ്റികളിൽ പോയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മുടെ അടുത്തുള്ള ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് ആൾക്കാർക്ക് കുറവാണത്. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയുന്നത്? നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ഏത് എല്ല് പൊട്ടിയാലും അതിൻ്റെ ചികിത്സ കൊടുക്കുന്നുണ്ട്. ഇപ്പം കൈൻ്റെ എല്ല് പൊട്ടിയാലും കാലിൻ്റെയും എല്ല് പൊട്ടിയാലും മുട്ട് പൊട്ടിയാലും തുടേൻ്റെ എല്ല് പൊട്ടിയാലും അതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പം ചില കേസിൽ നമുക്ക് പ്ലാസ്റ്റിക് സർജറിയോ അല്ലെങ്കിൽ വാസ്കുലർ സർജൻ പറയുന്ന സർജൻസിൻ്റെ ആവശ്യമുണ്ടാകും. അങ്ങനെ വരുന്ന സർജറീസ് മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് റെഫർ ചെയ്യുന്നുള്ളൂ, വേറെ ആശുപത്രി ഹയർ. ഈ വാസ്കുലർ സർജറി എന്ന് പറയുന്നത് രീതിയിലുള്ളത് അത് എങ്ങനെയാണ്? അതിപ്പം ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈറ്റിൽ നിന്ന് ആൾ വീണിട്ട് എല്ല് പൊട്ടി പുറത്തേക്ക് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മളുടെ ഈ ബ്ലഡ് വെസൽ രക്തോട്ടത്തിൻ്റെ വെസൽസിനെയൊക്കെ ഡാമേജ് ചെയ്തിട്ടോ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സർജറിക്ക് നമ്മൾ വാസ്കുലർ സർജൻസിനെ ആവശ്യം. അപ്പോൾ ഈ 2 സർജന്മാരും കൂടി നിന്നിട്ട് വേണം ചെയ്യാൻ. ഈ എല്ലുകൾ, അതായത് ഇപ്പോൾ ഒരു 50-60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ച് ക്ഷയിച്ച് തുടങ്ങും എല്ലുകളൊക്കെ. അപ്പോൾ അവർക്ക് നമുക്ക് ഫുള്ളായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അവർക്കുള്ള സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഫുഡിലൂടെയോ അങ്ങനെ എന്തെങ്കിലും? ബേസിക്കലി അവർ ഡെയിലി ആക്ടിവിറ്റീസിൽ ചെറിയ ചെറിയ വ്യത്യാസം കൊണ്ടുവന്നാൽ തന്നെ അവർക്ക് നല്ല ബെനിഫിറ്റാണ്. ഒന്ന്, കാൽസ്യം കൂടിയ ആഹാരം കഴിക്കുക, ചെമ്മീൻ, മുട്ട, അല്ല പിന്നെ പാല്, തൈര്, പിന്നെ ചെറിയ എക്സസൈസ്, രാവിലെ നടക്കാൻ പോവുക, സ്വിമ്മിങ് ചെയ്യാൻ പറ്റിയ സ്വിമ്മിങ് ചെയ്യുക, പിന്നെ ഫുഡ് ന്യൂട്രീഷൻ, പ്രോപ്പർ ഫുഡ് ന്യൂട്രീഷൻ എടുത്താൽ നല്ല വ്യത്യാസം ഉണ്ടാകും. വേറെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാറില്ല.
ഈ ഇംപ്ലാന്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? അതായത് ഈ ഓപ്പറേഷൻ സക്സസ് റേറ്റ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ? സക്സസ് റേറ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഫിസിയോതെറപ്പി സർജറി ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർ വേദന കാരണം ഒന്നും ചെയ്യാറില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മതി, ആ രീതിയിൽ ഇരുന്നാൽ ഈ ഓപ്പറേഷൻ സക്സസ് ആകത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ ഫിസിയോതെറാപ്പി, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തെടുത്താൽ ഒരു 95 to 100% ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ഷൻ, ഒരു ഇഷ്യൂസ് ഉണ്ടാകാറില്ല. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഷുഗർ കൂടിയ ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ പ്രഷറിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക്, അങ്ങനെ ആൾക്കാർക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതൽ. അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ ഈ സർജറി ഫെയിലാണ്. ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് ചെയ്യാം എന്നുള്ളത്? ഷുഗർ പേഷ്യൻസിനൊക്കെ ടോട്ടലി ചെയ്യാം, ഒരു ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. പക്ഷേ പറഞ്ഞ പോലെ പ്രീ ഓപ്പറേറ്റീവ്ലി നമ്മൾ ചില കാര്യങ്ങൾ നോക്കാനുണ്ട്. നമ്മളൊരു നല്ലൊരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കുക, ഫിസിഷ്യനെ കാണിക്കുക, നമ്മളുടെ പ്രഷർ കൺട്രോൾ ചെയ്യുക, ഷുഗർ കൺട്രോൾ ചെയ്യുക. ആ രീതിയിൽ കൊണ്ടുപോയിട്ട് പോയാൽ ഓപ്പറേഷൻ ചെയ്താലും ഒരു ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. ഓപ്പറേഷൻ ശേഷം ഷുഗർ കൺട്രോൾ ചെയ്ത് പോയാൽ വേറെ ഇഷ്യൂസ്. ഓപ്പറേഷന് ശേഷം ഇപ്പോൾ നല്ലോണം ഇതിനായിട്ട് വർക്ക് ചെയ്യണം. അതായത് അതല്ലാതെ ഓപ്പറേഷൻ ചെയ്തു ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിരുന്നാൽ അത് ബുദ്ധിമുട്ട് പോകും. നമ്മൾ മുന്നേ ചെയ്തിരുന്ന ഈ ഓപ്പറേഷന് മുന്നേ ചെയ്തിരുന്ന എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഇതിന് ശേഷം ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ആക്ടിവിറ്റീസ് പറയാറുണ്ട്. സ്റ്റെപ്പ് കയറാം, ജോഗിങ്, ലൈറ്റ് ജോഗിങ് ചെയ്യാം, സ്വിമ്മിങ് ചെയ്യാം. പിന്നെ കുറേ ഈ അത്ലറ്റിക് ഈവൻറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചാടാനോ ഹൈ ജമ്പ്, ലോങ് ജമ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അല്ലാത്ത എല്ലാ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. ഒരു പ്രായം കഴിഞ്ഞാൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മുട്ടുവേദന. സ്റ്റെയർ കേസ് കയറുമ്പോഴോ അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുമ്പോഴോ എല്ലാം നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് മുട്ടുവേദന എന്ന് പറയുന്നത്. എല്ലാവരും ഒരു ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ഭയപ്പെടുന്ന ഒന്നാണ്. എങ്കിലും ഇന്നത്തെ നൂതന മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ഒരു ശസ്ത്രക്രിയ ഒന്നുമല്ല, പെട്ടെന്ന് റെസ്റ്റ് ചെയ്ത് നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു ഉദാഹരണമാണ് ലിറ്റി സിസ്റ്റർ. നമുക്കൊപ്പം ചേരുന്നത് ലിറ്റി സിസ്റ്ററാണ്. മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായതിനു ശേഷം 9 ദിവസമായിട്ടുള്ളൂ. ലിറ്റി സിസ്റ്ററുടെ നമുക്ക് അനുഭവങ്ങൾ എന്തെല്ലാണെന്ന് നമുക്ക് നോക്കാം. സിസ്റ്റർ നമസ്കാരം. 9 ദിവസമായിട്ടുള്ളൂ അല്ലേ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്? എന്തായിരുന്നു തുടക്കം? എങ്ങനെയായിരുന്നു വേദന ആയിട്ട്? സാധാരണ രീതിയിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥ, പിന്നെ മുട്ടിൽ നല്ല വേദന, കുറച്ച് നീര് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാനൊരു ശസ്ത്രക്രിയ ഇതിനൊരു ഉപകാരപ്രദമായിരിക്കുന്നത് കണ്ടത്. അപ്പം അതനുസരിച്ച് ഡോക്ടറെ കണ്ടു. ഡോക്ടർ അത് തന്നെ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ വന്ന് ഓപ്പറേഷൻ നടത്തിയത്. എങ്ങനെയാണ് ഇപ്പോൾ വേദനയൊക്കെ കുറഞ്ഞ്? വേദന ഇല്ലെന്ന് തന്നെ പറയാം. ഇല്ല, പക്ഷെ ഉണങ്ങി വരുന്നതോറും ഒരു ഇത്തിരി പിടിച്ച് വലിവുണ്ടാവില്ല നടക്കുമ്പോൾ. 9 ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ട് സ്റ്റിച്ചിന്റെ ഒരു വലിവ് അത് വേറെ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തേക്കാൾ സ്പീഡിൽ നടക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അനുഭവിച്ചിരുന്ന ആ വേദനയിൽ നിന്ന് മാറിയപ്പോൾ ഒരു നല്ല സന്തോഷമല്ലേ നമുക്ക്? പിന്നെ നമുക്ക് ഈ ഒരു ഓപ്പറേഷന്റെ ഒരു ടൈം എത്ര എടുത്തേ മാഡത്തിന്? രാവിലെ ഒരു 9 മണിക്കോ മറ്റൊക്കെ ഒരു 3 മണിക്കൂർ നേരത്തെ ഓപ്പറേഷൻ. വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഷുഗറോ പ്രഷറോ? പ്രഷർ ശകലമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഫിസിയോതെറാപ്പി ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഫിസിയോതെറാപ്പി ഇപ്പം ഫോളോ ചെയ്യുന്നുണ്ട്. 2 കാലിന് മാത്രമാണോ അതോ? കാലിന് മാത്രമേ ഉള്ളൂ. കാലിന് മാത്രം. ഇപ്പം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ 2 കാലും ഒരുപോലെ ചെയ്യുമ്പോൾ മറ്റേ കാലും കൂടെ ചെയ്യണം. ഇപ്പൊ വാക്കർ വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ? തന്നെ നടക്കുമ്പോഴേ പൊസിഷൻ തെറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പേടി മാത്രമായിരിക്കില്ല. ഡോക്ടർ എന്താ സജസ്റ്റ് ചെയ്തത്? എത്ര സമയം എന്ന് പറഞ്ഞിട്ടില്ല. സ്റ്റിച്ച് എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ സ്റ്റിച്ച് എടുത്തതിന് ശേഷം എന്തെങ്കിലും പറയുമായിരിക്കും. സ്റ്റിച്ച് എടുക്കാനായിട്ട് എത്ര ദിവസം വേണ്ടി വരും അറിയില്ല. ഇപ്പം ഡോക്ടർ പറയുന്നത് പോലെ ഡോക്ടർ ആയിരുന്നായാലും നല്ല ശ്രദ്ധയോടുകൂടിയും സ്നേഹത്തോടു കൂടിയൊക്കെയാണ് പെരുമാറിയിരുന്നത്. സ്റ്റാഫും അതുപോലെ തന്നെ സിസ്റ്റേഴ്സും. അങ്ങനെ ഒരു ഓപ്പറേഷൻ്റെതായ ഒരു പേടിയുണ്ടായില്ല. എന്തോ ഒരു കാര്യപ്പെട്ട കാര്യം നടത്താൻ വേണ്ടി നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കാലത്തൊരു വിഷമാണല്ലേ തീർത്തത്. കുറേ പേര് പേടിച്ചിരിക്കുന്നവരുണ്ട്. അതായത് ഒരു ശസ്ത്രക്രിയ എന്നൊക്കെ പറയുമ്പോൾ ഒരു എല്ലാവർക്കും ഹോസ്പിറ്റലിൽ വാസം, പിന്നെ അതിനുള്ള എമൗണ്ട് ചിലവാക്കൽ, പിന്നെ മാറ്റി വെക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു പേടിയാണ്. അങ്ങനെ ഒരു സിസ്റ്റർക്ക് അങ്ങനെ വല്ല പേടി ഉണ്ടായിരുന്നോ അത് ചെയ്യാൻ? ഇത് ചെയ്തിട്ട് കിട്ടുന്ന ലാഭവും പേടിയും വെച്ച് നോക്കുമ്പോൾ ചെയ്യുന്നതാണ് മെച്ചം. പിന്നെ വയസ്സും കടന്നു പോകല്ലേ. അപ്പോഴേ ഉള്ള ശക്തി കഴിയുന്നതിന് മുൻപേ
ചെയ്യണം. 76 വയസ്സ് കഴിഞ്ഞ് ഉം, ആ. 77 അടുത്ത് വരികയാണ്. പിന്നെ ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. ഏത് ടൈപ്പ് ഇംപ്ലാന്റ് അത് അറിയോ സിസ്റ്റർക്ക്? ഇല്ല അല്ലേ? വിദേശത്തെയാണെന്ന് അറിയാം. അറിയാം. സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. ആ ആ. ഏത് മഠത്തിലാണ് സിസ്റ്റർ? പല്ലിശ്ശേരി. പല്ലിശ്ശേരി. അപ്പം ഇവിടെ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? അതായത് ഈ ഒരു ഞങ്ങളുടെ ഹോസ്പിറ്റലാണ്. ഡോക്ടർ ഏബിളാന്ന് അറിഞ്ഞു. ആ, അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകും. ഹേമന്ത് ഡോക്ടറിൽ പൂർണ്ണ വിശ്വാസമാണ് അല്ലേ? നല്ല നല്ല സഹകരണമാണ്. ആ ആ. പുള്ളി ചെയ്യുന്നതും എടുക്കുന്നതൊക്കെ വളരെ ഫ്രണ്ട്ലി, സ്വന്തം ഒരു പെങ്ങളോട് ചെയ്യുന്ന പോലെയുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ വാക്കർ പിടിച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ? ഇപ്പൊ സ്വന്തം ചെയ്യാൻ പറ്റും എല്ലാതും? എല്ലാന്ന് വെച്ചാൽ ജോലികളൊന്നും ഇല്ലല്ലോ. ഇല്ല, അല്ല നടക്കാനൊക്കെ സ്വന്തമായിട്ട് നടക്കാൻ ചെയ്യാം. പറ്റും. ജില്ലയിലും നടക്കാൻ പറ്റും. പറ്റും. ആ. പക്ഷെ അതിന്റെ പീരീഡ് കഴിയുന്നവരത് ഉപയോഗിക്കുന്നതാണല്ലോ നല്ലത്. സ്റ്റാർട്ടിങ് ഒരു 2-3 വർഷമൊക്കെ ഉണ്ടാവും. പിന്നെ കൂടുതലായി തുടങ്ങിയിട്ട് 2 വർഷം. നീര് വരലും നടക്കാൻ നീര് വരുന്നു, ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല. ആ ആ ആ. അതേസമയം കൊച്ചു കൊച്ചു വേദനകൾ ഇതിൻ്റെ മനസ്സിലാവാതെ തുടങ്ങിയിട്ട് 5-8 വർഷമായി. ആ ആ ആ. നല്ല ബുദ്ധിമുട്ടായപ്പോഴാണ് ചെയ്യാൻ തീരുമാനിച്ചത് അല്ലേ? ജീവോദയ മിഷൻ ആശുപത്രിയിലെ മുട്ടുമാറ്റൽ ശസ്ത്രക്രിയയുടെ 3ാമത്തെ വിജയകരമായ ഓപ്പറേഷനാണ് ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. ലിറ്റി സിസ്റ്റർ റെസ്റ്റ് എടുക്കുകയാണ്. എന്തായാലും പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.